നമസ്കാരം. ഇന്നലെ രാത്രി നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങിയത്? അല്ല, അത് ചോദിക്കാം. ഇന്നലെ നിങ്ങൾ ഒന്ന് ഇരുന്നപ്പോൾ, ഒന്നും ചെയ്യാതെ വെറുതെ ഒന്നിരുന്നപ്പോൾ എന്തു തോന്നി? സമാധാനം തോന്നിയോ? അതോ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടായോ? ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ, എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ, ഇത്ര നേരം പാഴാക്കിയല്ലോ, ഇങ്ങനെ ഒരു ശബ്ദം ഉള്ളിൽ മുഴങ്ങിയോ? എങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ പ്രവാസികൾ ഒരു അത്ഭുതകരമായ കഴിവ് വികസിപ്പിച്ചെടുത്ത ആളുകളാണ്. 10-16 മണിക്കൂർ ജോലി ചെയ്യാം, 2 ഷിഫ്റ്റ് തുടർച്ചയായി നിൽക്കാം, ശരീരം വേദനിച്ചാലും പരാതി പറയാതെ മുന്നോട്ട് പോകാം. പക്ഷേ ഒന്ന് നിൽക്കാൻ, ഒന്ന് ശ്വാസം വിടാൻ അതിന് നമുക്ക് കഴിയുന്നില്ല. ഓടാൻ നമ്മൾ പഠിച്ചു, എന്നാൽ നിൽക്കാൻ നമ്മൾ മറന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ പരിചിതമായ, എന്നാൽ ആരും അധികം സംസാരിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. വിശ്രമത്തിന്റെ കുറ്റബോധം. നമ്മൾ ഒന്ന് വിശ്രമിക്കുമ്പോൾ ഉള്ളിലുയരുന്ന ആ കുറ്റബോധം. ഞാനിവിടെ വന്നത് ഇരിക്കാനല്ല, ഉഴപ്പാനല്ല എന്ന ആ ശബ്ദം. എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഉൾസ്വരത്തിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി അത് ചെയ്യൂ. ബെൽ ഐക്കൺ അമർത്തൂ. ഈ സംഭാഷണങ്ങൾ നമ്മുടെ പ്രവാസ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്കാണ് പോകുന്നത്. ഒന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ. ഒന്നോർത്തു നോക്കൂ. നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം വെറുതെ വരാന്തയിൽ ഇരിക്കുന്നത് ഒരു കുറ്റമായിരുന്നോ? ഒരു ചായ കുടിച്ച്, പത്രം വായിച്ച്, ചിലപ്പോൾ ഒന്ന് മയങ്ങി, അത് സ്വാഭാവികമായിരുന്നു അല്ലേ? എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ആ സ്വാഭാവികത എവിടെയോ നഷ്ടമായി. ഇവിടെ പ്രവാസത്തിൽ ഓരോ മിനിറ്റിനും ഒരു വിലയുണ്ട്, ഓരോ ദിവസത്തിനും ഒരു കണക്കുണ്ട്. ഓവർ ടൈം കിട്ടിയോ? ഈ മാസം എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്തോ? ഈ ശനിയാഴ്ച ഓഫാണ്, പക്ഷേ പാർട്ട് ടൈം ജോലിക്ക് പോകണ്ടേ? നമ്മുടെ ജീവിതം ഒരു കാൽക്കുലേറ്ററിന്റെ ഉള്ളിലാണ്. സമയം മുഴുവൻ പണമായി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു യന്ത്രമായി നമ്മൾ സ്വയം മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നമ്മൾ ഇവിടെ വന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്. വീട് വയ്ക്കണം, മാതാപിതാക്കളുടെ ചികിത്സ നടക്കണം, മക്കളുടെ പഠനം ഉറപ്പാക്കണം, സഹോദരിയുടെ കല്യാണം നടക്കണം. ആ ലക്ഷ്യങ്ങളെല്ലാം നല്ലതാണ്, അവ യഥാർത്ഥമാണ്, അവ സ്നേഹത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. പക്ഷേ ആ ലക്ഷ്യങ്ങൾ പതുക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദമായി മാറുന്നു. ആ ശബ്ദം ഇങ്ങനെ മനസ്സിൽ മന്ത്രിക്കും. നീ ഇരിക്കുകയാണോ? നിന്റെ മാതാപിതാക്കൾ നാട്ടിൽ കാത്തിരിക്കുകയാണോ? നീ ഉറങ്ങുകയാണോ? നിന്റെ മക്കൾക്ക് ഫീസ് അടയ്ക്കാൻ ഇനിയും ബാക്കിയുണ്ട്. നീ ഒന്ന് വിശ്രമിക്കുകയാണോ? ഇനിയും ലോൺ ബാക്കിയുണ്ട്. ഈ ശബ്ദം സ്നേഹത്തിന്റെ ശബ്ദമാണ്, ഉത്തരവാദിത്തത്തിന്റെ ശബ്ദമാണ്. പക്ഷേ ഇതേ ശബ്ദം പതുക്കെ നമ്മെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യും. എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. വിശ്രമിക്കുമ്പോൾ ഈ കുറ്റബോധം എവിടെ നിന്ന് വരുന്നു? ഇത് വെറുമൊരു വികാരമല്ല. ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട്. 3 ഘടകങ്ങൾ. ഒന്ന് നമ്മുടെ വളർച്ചയിൽ നിന്ന്, ഒന്ന് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന്, മറ്റൊന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്. മനഃശാസ്ത്രത്തിൽ ഒരു ആശയമുണ്ട്, അന്തർലീനമാക്കപ്പെട്ട മൂല്യബോധം എന്ന്. ലളിതമായി പറഞ്ഞാൽ, ചെറുപ്പം മുതൽ
നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിപ്പിക്കപ്പെട്ട ചില വിശ്വാസങ്ങൾ. നമ്മളിൽ പലരും കേട്ടു വളർന്ന ചില വാക്കുകൾ ഓർത്തു നോക്കുക. കഷ്ടപ്പെട്ടാൽ മാത്രമേ ഫലം കിട്ടൂ, ഉഴപ്പിക്കൊണ്ടിരിക്കരുത്, അധ്വാനിക്കുന്നവനെ അന്നം കിട്ടൂ. ഈ വാക്കുകളൊന്നും തെറ്റല്ല. പക്ഷേ ഈ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഒരു സമവാക്യം ഉണ്ടാക്കുന്നുണ്ട്. കഷ്ടപ്പെടൽ എന്നത് നല്ലത്, വിശ്രമം എന്നാൽ മടി, മടി എന്നാൽ പരാജയം. അതായത് നമ്മുടെ മനസ്സ് വിശ്രമത്തെ മടിയായി, പരാജയമായി മനസ്സിലാക്കാൻ ചെറുപ്പം മുതൽ തന്നെ പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ പ്രവാസികൾക്ക് ഇതിനു മുകളിൽ ഒരു ഭാരം കൂടിയുണ്ട്. ഞാൻ അതിനെ വിളിക്കുന്നത് ന്യായീകരണ ഭാരം എന്നതാണ്. നമ്മൾ ഇവിടെയുള്ള ഓരോ നിമിഷവും ന്യായീകരിക്കേണ്ട ഒന്നാണ്. ഞാനിവിടെ വന്നത് ഒരു ലക്ഷ്യത്തിനാണ് എന്ന ചിന്ത ഓരോ ഒഴിവു നേരത്തും ഓരോ ഇരിപ്പിലും നമ്മെ ചോദ്യം ചെയ്യുന്നു. നാട്ടിലുള്ളവർ ചിലപ്പോൾ ചോദിക്കും, എന്തു ചെയ്യുന്നു അവിടെ? ആ ചോദ്യത്തിന് നമ്മൾ എപ്പോഴും ജോലിയുടെ, കഷ്ടപ്പാടിന്റെ, ഓവർ ടൈമിന്റെ കണക്ക് പറഞ്ഞാണ് ഉത്തരം നൽകുന്നത്. അതായത് ഇവിടെ ഇന്ന് വെറുതെ ഇരുന്നു എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതിന്റെ ന്യായം ഇല്ലാതാകുമെന്ന് ഉള്ളിലൊരു ഭയമുണ്ട്. മൂന്നാമത്തെ ഘടകം നമ്മുടെ ചുറ്റുപാടാണ്. പ്രവാസ ജീവിതത്തിൽ നമ്മൾ നിരന്തരം മറ്റുള്ളവരെ നോക്കുന്നുണ്ട്. ആ ചേട്ടൻ ഓവർ ടൈം ചെയ്യുന്നു, അയൽക്കാരൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു, റൂംമേറ്റ് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നു. എല്ലാവരും എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രം വെറുതെ ഇരിക്കുകയാണോ? എന്റെ മാത്രം സമയം പാഴാകുകയാണോ? ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ ഓട്ടം മാത്രമാണ്. അവരുടെ തളർച്ച, അവരുടെ ക്ഷീണം, അവരുടെ ഉറക്കമൊഴിഞ്ഞ രാത്രികളൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ പ്രകടനത്തെ നമ്മുടെ വിശ്രമവുമായി താരതമ്യം ചെയ്യുന്നു. ഈ താരതമ്യം ഒരിക്കലും നീതിയുള്ളതല്ല. പക്ഷേ ഈ മൂന്ന് കാരണങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ കുറ്റബോധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് മനസ്സിലാക്കാൻ ഞാൻ താങ്കൾക്കൊരു കഥ പറഞ്ഞു തരാം. ഷാജി, 42 വയസ്സ്, ദുബായിലെ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ 16 വർഷമായി ജോലി ചെയ്യുന്നു. ഷാജിയുടെ ദിവസം രാവിലെ 5:30 മണിക്ക് തുടങ്ങും. 6 മണിക്ക് ബസ് കിട്ടണം, 7 മണിക്ക് സൈറ്റിലെത്തണം. വൈകുന്നേരം 6 വരെ ജോലി, ചിലപ്പോൾ 7, ചിലപ്പോൾ 8. ഓവർ ടൈം ഉണ്ടെങ്കിൽ രാത്രി 10 മണി വരെ. മുറിയിലെത്തിയാൽ ഭക്ഷണം കഴിക്കും, നാട്ടിലേക്ക് വിളിക്കും. ഭാര്യ നീന ചോദിക്കും, ഇന്ന് എന്തു ചെയ്തു? അതിനുത്തരമായി ഷാജി പറയും, ജോലി ചെയ്തു, ഓവർ ടൈം ഉണ്ടായിരുന്നു. ഈ ഉത്തരം നീന കേൾക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. ഷാജിക്ക് ഉള്ളിലും ഒരു സമാധാനം കിട്ടും. ഇന്ന് ഞാൻ കഷ്ടപ്പെട്ടു എന്ന ഒരു സർട്ടിഫിക്കറ്റ് ഷാജി ഓരോ ദിവസവും സ്വയം എഴുതുന്നു. പക്ഷേ ഒരു വെള്ളിയാഴ്ച എല്ലാം മാറി. ആ വെള്ളിയാഴ്ച ഷാജിക്ക് ഓഫായിരുന്നു. ഒരു ദിവസം, പൂർണ്ണമായ ഒരു ദിവസം, ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ദിവസം. രാവിലെ ഷാജി ഉണർന്നു 8 മണിക്ക്. ആദ്യമായി അലാറമില്ലാതെ ജനാല തുറന്നു, കട്ടിലിരുന്നു, ഒരു ചായ ഉണ്ടാക്കി. ആ ചായ 3 കവിൾ കുടിച്ചപ്പോൾ ഉള്ളിലൊരു ശബ്ദം വന്നു. ഷാജി, നീ ഇരിക്കുകയാണോ? ഈ ദിവസം വെറുതെ കളയാൻ നീ അനുവദിക്കുമോ? ഷാജി ഫോൺ എടുത്തു. ഒരു പാർട്ട് ടൈം ജോലി, ഡെലിവറി ജോലി ഒന്ന് നോക്കാമെന്ന് ചിന്തിച്ചു. പക്ഷേ ഇന്ന് ഷാജിയുടെ ശരീരം അനുവദിക്കുന്നില്ല. മുതുകു വേദനിക്കുന്നു. കാലുകൾ നിന്നിട്ട് മടുത്തവ പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഷാജി ഫോൺ താഴെ വെച്ചു, ചായ കുടിച്ചു, ഒന്ന് കിടന്നു. പക്ഷേ കിടന്നപ്പോൾ ഉള്ളിലൊരു യുദ്ധം തുടങ്ങി.
ഇന്ന് 3 മണിക്കൂർ ഡെലിവറി ചെയ്താൽ $200 കിട്ടും. $200 മക്കളുടെ ട്യൂഷൻ ഫീസിന്റെ ഒരു ഭാഗമാണ്. ഞാനിവിടെ കിടന്നുറങ്ങുമ്പോൾ നീന ഒറ്റയ്ക്ക് മക്കളെ നോക്കുകയാണ്. ഞാനിവിടെ ഒരു ചായ കുടിച്ച് ജനാല വഴി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇതിനാണോ ഞാൻ പ്രവാസിയായത്? ഷാജി എഴുന്നേറ്റ് മുറി വൃത്തിയാക്കാൻ തുടങ്ങി. അത് വിശ്രമമല്ല, പക്ഷേ കുറഞ്ഞത് എന്തെങ്കിലും ചെയ്തു എന്ന തോന്നൽ ഉള്ളിലെ കുറ്റബോധം അല്പം കുറച്ചു. ഉച്ചയ്ക്ക് നാട്ടിലേക്ക് വിളിച്ചു. മോൾ 7 വയസ്സുള്ള അന്ന ഫോൺ എടുത്തു. പപ്പ ഇന്ന് ഓഫാണോ? ഷാജി പറഞ്ഞു, ഇല്ല മോളെ, ചെറിയ ജോലികളുണ്ടായിരുന്നു. ഷാജി ഓഫാണെന്ന് മകളോട് പോലും പറയാൻ മടിച്ചു. കാരണം ഒരു ഓഫ് ദിവസം ഒരു കുറ്റമാണ് എന്ന് ഷാജിയുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ഷാജി റൂംമേറ്റ് ബിജുവിനോട് പറഞ്ഞു, ഇന്നൊരു ഉറക്കവും ശരിയായില്ല, എന്തോ ഒരു അസ്വസ്ഥത. ബിജു ചിരിച്ചു. ഷാജിയേട്ടാ, ഓഫ് ദിവസം ഉറങ്ങിയാൽ കുറ്റബോധം, ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണം, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ബിജു ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ആ വാക്കുകൾ ഷാജിയുടെ ഉള്ളിൽ ഒരു നെരിപ്പോട് പോലെ കത്തി നിന്നു. ഇത് ഷാജിയുടെ മാത്രം കഥയല്ല. ഈ കഥ ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും സ്വന്തം കഥ പോലെ തോന്നിയേക്കാം. അത് യാദൃശികമല്ല. കാരണം ഈ കുറ്റബോധം ഒരാളുടെ മാത്രമല്ല, ഇതൊരു തലമുറയുടെ, ഒരു സമൂഹത്തിന്റെ പൊതുവായ ഒരു മുറിവാണ്. ഒരു നിമിഷം, ഈ കഥ നിങ്ങളുടെ ഉള്ളിൽ ഒരു മുഖം കൊണ്ടുവന്നോ? നിങ്ങളുടെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരാളുടെ? എങ്കിൽ ഈ എപ്പിസോഡ് ആ വ്യക്തിക്കൊന്ന് അയച്ചു കൊടുക്കൂ. ഒരു ഷെയർ, ഒരു ഫോർവേഡ്. അതെ, ആരെയെങ്കിലും ഒന്ന് ശ്വാസം വിടാൻ ചിലപ്പോൾ അനുവദിച്ചേക്കാം. ശരി, ഇനി നമ്മൾ ഈ കുറ്റബോധത്തിന്റെ വേരുകൾ മനസ്സിലാക്കി ഷാജിയുടെ കഥ നമ്മളെ ഒരു കണ്ണാടി പോലെ നമ്മളിലേക്ക് തന്നെ നോക്കിച്ചു. ഇനി എന്തു ചെയ്യാം? ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഇതൊരു മോട്ടിവേഷണൽ പ്രസംഗവുമല്ല. ഇത് ചെറിയ ബോധപൂർവമായ ചുവടുകളാണ്. ഈ ദിവസം നിങ്ങൾക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാം. ഒന്ന്, വിശ്രമത്തിന് ഒരു പേര് നൽകൂ. നമ്മൾ വിശ്രമിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ആ ഭാഷ മാറ്റണം. ഞാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്നതിന് പകരം ഞാൻ ശരീരത്തിന് ഊർജം നൽകുകയാണ് എന്ന് മനസ്സിൽ പറയൂ. ഞാൻ ഉഴപ്പുകയാണ് എന്നതിന് പകരം ഞാൻ എന്നെ തന്നെ നന്നാക്കുകയാണ് എന്ന് ചിന്തിക്കൂ. ഭാഷ മാറുമ്പോൾ ചിന്ത മാറും. ചിന്ത മാറുമ്പോൾ കുറ്റബോധം അല്പം ഇളകും. 2, 20 മിനിറ്റ് നിയമം. ഓരോ ദിവസവും 20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കൂ. 20 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഇപ്പോൾ ചെയ്യേണ്ട. ആ 20 മിനിറ്റ് ഫോണൊന്ന് മാറ്റിവെക്കൂ. ഒരു ചായ കുടിക്കൂ. ഒന്ന് ജനാല തുറന്ന് പുറത്തേക്ക് നോക്കൂ. പാട്ട് കേൾക്കൂ. ഒന്ന് കണ്ണടച്ചിരിക്കൂ. ഈ 20 മിനിറ്റ് ഒരു ആഡംബരമല്ല. ഇത് നിങ്ങളുടെ ശരീരം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചെറിയ അവകാശമാണ്. 20 മിനിറ്റ് ഇത്ര ചെറുതാണ്, എന്നാൽ ഇത്ര ശക്തവുമാണ്. 3, ഇന്ന് ഞാൻ വിശ്രമിച്ചു. ഈ വാക്ക് പറയൂ. ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചൂടായിരിക്കും ചിലർക്കെങ്കിലും, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതും. നാട്ടിലേക്ക് വിളിക്കുമ്പോൾ, ഭാര്യ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഇന്ന് ഞാനൊന്ന് വിശ്രമിച്ചു എന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞു നോക്കൂ. ഈ വാക്ക് ആദ്യം തൊണ്ടയിൽ കുടുങ്ങും. കാരണം നമ്മൾ ആ വാക്ക് പറയാൻ ശീലിച്ചിട്ടില്ല. പക്ഷേ ഓരോ തവണ ആ വാക്ക് പറയുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയ ചങ്ങല പൊട്ടുന്നുണ്ടാകും.
4. ഷാജിയുടെ സമവാക്യം മാറ്റി എഴുതൂ. ഷാജിയുടെ ഉള്ളിൽ ഒരു സമവാക്യമുണ്ടായിരുന്നു. കഷ്ടപ്പെടൽ എന്നാൽ നല്ല മനുഷ്യൻ, വിശ്രമം എന്നാൽ ഉഴപ്പൻ. ഈ സമവാക്യം നമ്മൾ മാറ്റി എഴുതണം. പുതിയ സമവാക്യം ഇതാണ്: വിശ്രമിക്കുന്ന ശരീരം നാളെ കൂടുതൽ ശക്തമായി ജോലി ചെയ്യും. ഊർജം നിറയ്ക്കുന്ന മനസ്സ് കൂടുതൽ വ്യക്തമായി ചിന്തിക്കും. വിശ്രമം മടിയല്ല, വിശ്രമം ഒരു നിക്ഷേപമാണ്. ഒരു യന്ത്രം ഇടവേളയില്ലാതെ ഓടിയാൽ അത് ചൂടായി നിന്നു പോകും. നമ്മുടെ ശരീരവും മനസ്സും അതുപോലെ തന്നെയാണ്. ഇടവേള ഒരു തകരാറല്ല, ഇടവേള ഒരു അറ്റകുറ്റപ്പണിയാണ്. 5. ഓഫ് ദിവസം ഒരു ലക്ഷ്യം, ഒന്നും ചെയ്യാതിരിക്കുക. ഇതൊരു വിരോധാഭാസം പോലെ തോന്നിയേക്കാം. ഓഫ് ദിവസത്തിന്റെ ലക്ഷ്യം ഒന്നും ചെയ്യാതിരിക്കുക ആണെന്ന് ബോധപൂർവം തീരുമാനിക്കുക. ഇതൊരു ലക്ഷ്യമാകുമ്പോൾ ഉള്ളിലെ ഞാനൊന്നും ചെയ്തില്ല എന്ന ശബ്ദത്തോട് നിങ്ങൾക്ക് പറയാം, ഇല്ല, ഇന്ന് ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം, ഞാൻ ആ ലക്ഷ്യം നേടിയിരിക്കുന്നു. ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിവിടെ ഈ മണ്ണിൽ നിൽക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ സ്വന്തം നാട്, സ്വന്തം ആളുകൾ, സ്വന്തം ഭാഷ, സ്വന്തം മഴ എല്ലാം വിട്ട് ഇവിടെ നിൽക്കുന്നത് ഒരു കുടുംബത്തെ നിലനിർത്താനാണ്. ആ കുടുംബത്തിൽ നിങ്ങളുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ നോക്കുന്നത് സ്വാർത്ഥതയല്ല. നിങ്ങൾ ഒന്ന് വിശ്രമിക്കുന്നത് കുടുംബത്തോടുള്ള കടമ വീട്ടാത്തതുമല്ല. നിങ്ങൾ നിലനിൽക്കണം. ശരീരവും മനസ്സും ഒന്നിച്ച് നിലനിൽക്കണം. അതിന് ഇടവേള വേണം. ഷാജിക്ക് ഒരു ഓഫ് ദിവസം കുറ്റബോധമായി മാറി. പക്ഷേ ഒരു ദിവസം ഷാജി ആ ചായ ജനാലയ്ക്കരികിൽ ഇരുന്നു തന്നെ കുടിക്കും, ഒരു കുറ്റബോധവുമില്ലാതെ. ആ ദിവസം ഷാജി മകളോട് പറയും, ഇന്ന് പപ്പ ഒന്ന് വിശ്രമിച്ചു. ആ ദിവസം അന്ന ചിരിക്കും, പപ്പ ഗുഡ് എന്ന് പറയും. ആ ദിവസം വരും, ഓരോ ചെറിയ ചുവടിലൂടെ. ആ ദിവസം അടുത്തു വരും. ഈ ദിവസം ഒരു ചെറിയ ചുവട് മുന്നോട്ട് വയ്ക്കൂ. 20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കൂ. ഇന്ന് ഞാൻ വിശ്രമിച്ചു എന്ന് ഒരിക്കൽ ഉറക്കെ പറയൂ. ഉൾസ്വരം നമ്മളോട് ഇന്ന് ഒരു ചോദ്യം ചോദിച്ചു: ഒന്ന് നിൽക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ആ ധൈര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു സംഭാഷണത്തിലേക്ക് പോകും. നമ്മൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന, എന്നാൽ ആരും ഉറക്കെ പറയാത്ത ഒരു ചോദ്യം. ആ സംഭാഷണവുമായി നമുക്ക് വീണ്ടും കാണാം. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ. ഒറ്റയ്ക്ക് ഓടിത്തളരുന്ന ഒരു സുഹൃത്തിന് ഈ എപ്പിസോഡ് ഒന്ന് അയച്ചു കൊടുക്കൂ. ഓടുന്നതിനിടയിൽ ഒന്ന് ശ്വാസം വിടും. ഞാൻ നിങ്ങളുടെ പ്രവാസി. നമസ്കാരം.